വെറും അങ്ങാടി ഫുഡുമായിട്ട്, വെറും ഷോപ്പിങ്ങുമായിട്ട് നിസ്കാരം കളാക്കുന്നത് കൊറോണയ്ക്ക് ശേഷം ആർക്കും ഒരു പ്രയാസമില്ലാതായി മാറി. ഷോപ്പിങ്ങിന് പോയിട്ട് എടീജ് മൊബൈലിക്ക് നോക്കാം, 6:15 അസറിക്കരിച്ചണ്ടേ എന്ന് നോക്കുമ്പോൾ മൂത്ത മോളെ വക ഒരു ഫത്വ, നമുക്ക് മരുവിൻ്റെ ഒപ്പം കലാ കിട്ടിയാൽ പോരേന്ന്. കലാ വീട്ടൽ ഒരിക്കലും കലാ ആക്കുന്നതിന് പരിഹാരമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കും. ആ കുറ്റത്തുനിന്നോട് പോകാനും പറ്റൂല. വഖത്തിനെ തൊട്ട് നിസ്കാരത്തെ ബോധപൂർവം പിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ മാരകമായ കുറ്റത്തിൽ നിന്ന് മാറാൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഖളാ വീട്ടൽ 0.5% പരിഹാരമല്ല. ഒരു മുട്ടുശാന്തിക്ക് നടത്തുന്നതായി ഖളാ വീട്ടൽ. അള്ളാഹു അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് പൊറുക്കണില്ലെങ്കിൽ നിസ്കാരം ബോധപൂർവം ഖളാ ആക്കിയതിൻ്റെ പണിഷ്മെൻറ്റ് ഖബർ മുതൽ സഹിക്കേണ്ടി വരും. ഒരു സംശയമില്ല. കൊറോണയ്ക്ക് ശേഷം ഉണ്ടായൊരു സംഗതിയാണ്. ജുമ എന്നൊരു പ്രധാനമില്ലാതായിപ്പോയി. കാര്യം കുറേ കാലം ജുമ നിസ്കരിക്കാതെ നടന്നു, അന്തം വിട്ട് നടന്നു. അതുകൊണ്ട് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ 2 മണിക്കൂർ 3 മണിക്കൂർ. ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ജനൽ കണ്ടിട്ടുണ്ടോ പുറത്തേക്ക്? ഇല്ല. എന്തേ? കയറിയപ്പോൾ നട്ടുച്ച, ഇപ്പം ഏകദേശം ആകാശം ഇങ്ങനെ കറുത്തിരുണ്ട് വന്നു എന്നാരും കാണാൻ പറ്റൂല. ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ചുമരിൽ ക്ലോക്ക് വെച്ചത് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാര്യം ക്ലോക്ക് വെച്ചാൽ നമ്മളത് കണ്ടുപോകും. വാച്ച് സമയം ഉണ്ടാകും, മൊബൈൽ സമയം ഉണ്ടാകും. ബോധപൂർവം നോക്കിയാലേ സമയം എത്ര ആയി എന്നുള്ളത് അറിയുള്ളൂ. ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ അതിന് നമുക്ക് പറ്റുണ്ടാവില്ല. ക്ലോക്ക് ചുമരുമുണ്ടെങ്കിലോ ചിലപ്പോൾ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും കാണും. 2:45 കയറിയതാണ്, ഇപ്പോൾ 6 മണി ആവാനായി എന്ന് ബോധ്യപ്പെടും. അതില്ലാതാവാൻ ഒരു സൂപ്പർ മാർക്കറ്റിലും ചുമരുമ്മ ക്ലോക്ക് ഉണ്ടാവില്ല.